ഒരു നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാകത്തിൽ തിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാകത്തിൽ തിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, അമിതമായി സ്നേഹിക്കപ്പെടുന്നവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെ കഥയാണ് ഇന്നത്തെ 2 വായനയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒന്നാമത്തെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവ് ജോസഫിനെ അമിതമായിട്ട് സ്നേഹിച്ചതുമൂലം അവനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന അവൻ്റെ സഹോദരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ സ്വപുത്രനെ, അവൻ്റെ അവകാശം നേടിയെടുക്കുന്നതിനായിട്ട് ഈ സ്വപുത്രനെ കൊല്ലാൻ തയ്യാറാകുന്ന മുന്തിരിത്തോട്ടത്തിലെ ഭൃത്യന്മാരെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഇനിയൊരു നിമിഷം നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നമ്മളും പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, നമ്മുടെ സഹോദരങ്ങളോട് അസൂയ തോന്നുന്ന രീതിയിൽ പലപ്പോഴും നമ്മളും ജീവിച്ചിട്ടുണ്ടാകാം. ഈ മുന്തിരിത്തോട്ടത്തിലെ ഭൃത്യനെ പോലെയും ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെയും പലപ്പോഴും നമ്മളും നമ്മളുടെ സഹോദരങ്ങളോടും മറ്റുള്ള വ്യക്തികളോടും പെരുമാറിയിട്ടുണ്ടാകാം. ആ നിമിഷങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് മാപ്പപേക്ഷിക്കാം. നമ്മെ യേശുനാഥൻ ക്ഷണിക്കുക പരസ്പരം സ്നേഹിക്കുന്നതിനായിട്ടാണ്. നമ്മുടെ സഹോദരങ്ങളോടും കണ്ടുമുട്ടുന്ന വ്യക്തികളോടുമൊക്കെ സ്നേഹത്തോടെ, കരുണയോടെ, ആർദ്രതയോടെ പെരുമാറുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഇന്നേ ദിവസം ഈ ദിവ്യബലിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഉള്ളിലെ എല്ലാ വെറുപ്പിൻ്റെയും തിന്മയുടേതുമായ എല്ലാ ഭാവങ്ങളെയും നമുക്ക് ഈ സമയം നമ്മുടെ ഈ യേശുനാഥൻ്റെ ഈ ബലിക്കല്ലിനോട് ചേർത്ത് വയ്ക്കാം. ഒരുപാട് തെറ്റിപ്പോയവരായിരിക്കാം നമ്മൾ, എങ്കിലും ഈശോനാഥൻ നമ്മളെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഈ ബലിക്കല്ലിൽ നമ്മുടെ പാപത്തിൻ്റേതായ എല്ലാ അവസ്ഥകളെയും വെറുപ്പിൻ്റെയും അസൂയയുടേതുമായ എല്ലാ ഭാവങ്ങളെയും സമർപ്പിച്ച് പുതിയൊരു മനുഷ്യനായി തീരുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും പ്രതി മനസ്തപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പ്രായശ്ചിത്തത്തിൻ്റെ ശുദ്ധീകരിക്കുന്നതും വിശുദ്ധവുമായ അനുശീലനം വഴി ആത്മാർത്ഥമായ മനസ്സോടെ വരാനിരിക്കുന്ന വിശുദ്ധമായവയിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. രണ്ടാം വാരം വെള്ളി. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. തൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ച പുത്രനാകയാൽ യോസേപ്പിനെ മറ്റു പുത്രന്മാരെക്കാൾ കൂടുതലായി ഇസ്രായേൽ സ്നേഹിച്ചു. അദ്ദേഹം പല നിറമുള്ള ഒരു കുപ്പായം അവനുണ്ടാക്കി കൊടുത്തു. എല്ലാ മക്കളേക്കാൾ കൂടുതൽ യോസേപ്പിനെ പിതാവ് സ്നേഹിക്കുന്നത് കണ്ട് അവൻ്റെ സഹോദരന്മാർക്ക് യോസേപ്പിനോട് വെറുപ്പ് തോന്നി. സമാധാനപൂർവ്വം അവനോട് സംസാരിക്കാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. അവൻ്റെ സഹോദരന്മാർ സിഗേമിൽ താമസിച്ചു തങ്ങളുടെ പിതാവിൻ്റെ ആടുകൾ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ അവനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ സിഗേമിൽ ആടുകളെ മേയ്ക്കുകയാണ്. വരൂ, ഞാൻ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കാം. യൗസേപ്പ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു പുറപ്പെട്ടു. ദോത്താനിൽ അവരെ കണ്ടുമുട്ടുകയും ചെയ്തു. അവനെ ദൂരെ വെച്ച് അവർ കണ്ടു. അവൻ തങ്ങളുടെ സമൂഹത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവനെ കൊല്ലുന്നതിന് അവർ ആലോചിച്ചു. അതാ സ്വപ്നക്കാരൻ വരുന്നു. അവർ തമ്മിൽ പറഞ്ഞു, വരുവിൻ, നമുക്ക് അവനെ കൊന്ന് വല്ല പൊട്ടക്കിണറ്റിലും വലിച്ചെറിയാം. ഏതോ മൃഗം അവനെ തിന്നുകളഞ്ഞെന്ന് നമുക്ക് പറയാം. സ്വപ്നങ്ങൾ കൊണ്ട് അവന് എന്ത് പ്രയോജനമുണ്ടായെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഇത് കേട്ട് റൂബൻ അവരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അവന് ജീവഹാനി വരുത്തരുത്, അവൻ്റെ രക്തം ചിന്തുകയുമരുത്. വനാന്തരത്തിലുള്ള ഒരു കുഴിയിൽ അവനെ വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ കരങ്ങളെ ദോഷരഹിതമാക്കി കാക്കുവിൻ. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ്റെ പിതാവിൻ്റെ പക്കൽ ഏൽപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് അയാളിത് പറഞ്ഞത്. യൗസേപ്പ് അടുത്തെത്തിയ ഉടനെ സഹോദരന്മാർ അവർ ധരിച്ചിരുന്നില്ല പല വർണ്ണമുള്ള കുപ്പായം ഉരിഞ്ഞെടുത്ത് അനന്തരം വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ അവനെ വലിച്ചെറിഞ്ഞു. അവർ ഭക്ഷണത്തിരുന്നപ്പോൾ സുഗന്ധദ്രവ്യങ്ങളും പരിമള തൈലങ്ങളും നറുമ്പശയും ഒട്ടങ്ങളിൽ കയറ്റി ഗലാദിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന കുറേ ഇസ്രായേലിയരെ കണ്ടു. ഉടനെ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം ഗോപനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ കൈകൾ മലിനമാക്കാതെ ഇസ്മായേലിയർക്ക് അവനെ വിൽക്കുകയാണ് നല്ലത്. ഏതായാലും അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലേ. അവൻ്റെ സഹോദരന്മാർ അതിനോട് യോജിച്ചു. ഏതാനും മോദിയൻ വ്യാപാരികൾ അതുവഴി കടന്നു പോവുകയിൽ അവർ അവനെ കുഴിയിൽ നിന്ന് കയറ്റി. അവർ 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് അവനെ വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ വിസ്മയമായ പ്രവൃത്തികൾ അനുസ്മരിക്കുവിൻ. കർത്താവിൻ്റെ വിസ്മയവഹമായ പ്രവൃത്തികൾ അനുസ്മരിക്കുവിൻ. അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തി. അവർക്ക് ആലംബമായ ഭക്ഷണം അവിടുന്ന് പിൻവലിച്ചു. അവർക്ക് മുമ്പായി അവിടുന്ന് യൗസേപ്പിനെ അയച്ചു. അയാൾ അടിമയായി വിൽക്കപ്പെട്ടു. കർത്താവിൻ്റെ വിസ്മയാവഹമായ പ്രവൃത്തികൾ അനുസ്മരിക്കുവിൻ. അയാളുടെ പ്രവചനം നിറവേറ്റുന്നവരെയും അയാളുടെ നിജസ്ഥിതി കർത്താവിൻ്റെ വചനം കൊണ്ട് തെളിയുന്നവരെയും അവർ അയാളുടെ കാലുകൾ വിലഞ്ഞു വെച്ചു. അയാളുടെ കഴുത്ത് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കർത്താവിൻ്റെ വിസ്മയകരമായ പ്രവൃത്തികൾ അനുസ്മരിക്കുവിൻ.
രാജാവ് ആളയച്ചു അയാളെ മോചിപ്പിച്ചു. ജനങ്ങളുടെ അധിപതി അയാളെ സ്വതന്ത്രനാക്കി. അദ്ദേഹം അയാളെ തൻ്റെ ഭവനത്തിൻ്റെ ഭരണാധികാരിയാക്കി തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായി നിയമിച്ചു. കർത്താവിൻ്റെ വിസ്മയമായ പ്രവർത്തികൾ അനുസ്മരിക്കുവിൻ. തിരുവചനം കേൾക്കാം, മോഹന സുരഗീതം കേൾക്കാം, വരദാനം നേടാം, പാവന മാനസരായി തീരാം. തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തിനു വേണ്ടി തൻ്റെ സുതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. വചനം കേൾക്കാം, മോഹന സുരഗീതം കേൾക്കാം, വരദാനം നേടാം, പാവന മാനസരായി തീരാം. തിരുവചനം കേൾക്കാം, മോഹന സുരഗീതം കേൾക്കാം, വരദാനം നേടാം, പാവന മാനസരായി തീരാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ പ്രധാന ആചാര്യന്മാരോടും പ്രമാണികളോടും അരുൾ ചെയ്തു, ഒരു ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ചു. അയാൾ അതിനു ചുറ്റും വേലി കെട്ടുകയും അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഒരു ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ച് പിന്നീട് അയാൾ വിദേശത്തേക്ക് പോയി. മുന്തിരിപ്പഴത്തിൻ്റെ കാലമായപ്പോൾ തനിക്കുള്ള ഓഹരി വാങ്ങാൻ അയാൾ തൻ്റെ ഭൃത്യന്മാരെ ആ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചു. കൃഷിക്കാരാകട്ടെ അയാളുടെ ഭൃത്യന്മാരെ പിടിച്ച് ഒരുവനെ പ്രഹരിക്കുകയും വേറൊരുവനെ വധിക്കുകയും മൂന്നാമത്തവനെ കല്ലെറിയുകയും ചെയ്തു. അയാൾ മുമ്പത്തേക്കാൾ കൂടുതൽ ഭൃത്യന്മാരെ വീണ്ടും അയച്ചു. അവരോടും ആ കൃഷിക്കാർ മുമ്പത്തെ പോലെ തന്നെ പ്രവർത്തിച്ചു. അവസാനം തൻ്റെ മകനെ അവർ ആദരിക്കുമെന്ന് പറഞ്ഞ് അയാൾ അവനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അയാളുടെ മകനെ കണ്ടപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, ഇവനെ കൊന്ന് ഇവൻ്റെ അവകാശം നമുക്ക് കൈക്കലാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിൽ കൊണ്ടുപോയി വധിച്ചു കളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ അവിടത്തോട് പറഞ്ഞു, അയാൾ ആ ദുഷ്ടരെ നിശേഷം നശിപ്പിക്കുകയും യഥാകാലം ഓഹരി കൊടുക്കുന്ന കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. ഈശോ അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച കല്ലു തന്നെ മൂലക്കല്ലായി പരിണമിച്ചു. അത് കർത്താവിൻ്റെ പ്രവർത്തനമത്രേ. നമ്മുടെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യവഹമായിരിക്കുന്നുവെന്ന് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം തരുന്ന ജനതയ്ക്ക് നൽകപ്പെടും. അവിടുത്തെ അന്യാപദേശങ്ങൾ കേട്ടപ്പോൾ അവിടുന്ന് തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പ്രധാന ആചാര്യന്മാർക്കും ഫരിസേയർക്കും മനസ്സിലായി. അവിടുത്തെ പിടികൂടാൻ അവർ ആഗ്രഹിച്ചെങ്കിലും ജനങ്ങളെ ഭയന്ന് അതിന് മുതിർന്നില്ല. എന്തെന്നാൽ ജനങ്ങൾ അവിടുത്തെ ഒരു പ്രവാചകനായിട്ടാണ് പരിഗണിച്ചിരുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ആദിഫലം ദൈവസന്നിധിയർപ്പിച്ച പൂർവപിതാക്കളെ പോലെ ദാനങ്ങളേകിയ നല്ല ദൈവത്തിനായി ദാസരേകും നീ കാഴ്ചദ്രവ്യം. ആദിഫലം ദൈവസന്നിധി അർപ്പിച്ച പൂർവപിതാക്കളെ പോലെ ദാനങ്ങളേകിയ നല്ല ദൈവത്തിനായി ദാസരേകും നീ കാഴ്ചദ്രവ്യം. നാഥാ സ്വീകരിക്കൂ, എല്ലാം സ്വീകരിക്കൂ. നാഥാ സ്വീകരിക്കൂ, എല്ലാം സ്വീകരിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഈ ദിവരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാൻ അങ്ങേ കാരുണ്യം അങ്ങേ ദാസരെ യഥായോഗ്യം ഒരുക്കുകയും സുഹൃത ജീവിത ശൈലിയാൽ ഈ രഹസ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുകയും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കിയുമല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളായി നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോളേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും നിയോഗങ്ങളുമെല്ലാം നമുക്ക് ഈ സമയം ഈശോയുടെ ഈ ബലിക്കലിനോട് ചേർത്ത് വെച്ച് ഏറ്റവും വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി ഈ സമയം നമുക്കായിരിക്കാനായിട്ട് ശ്രമിക്കാം. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന്
ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നമുക്ക് പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല മരിച്ച വിശ്വാസികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം.
അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കും ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉരാശിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിത്യരക്ഷയുടെ അച്ചാരം സ്വീകരിച്ച് അതിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതിനു വേണ്ടി യഥോചിതം മുന്നേറുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.